ഇപ്പോൾ കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല ചെഞ്ചേരി ഗാന്ധിപുരം മോക്കിൽ വീട്ടിൽ എൻ കൃഷ്ണൻ നായർ മകൻ 73 വയസ്സുള്ള കെ ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും. അടുത്തതായി ദേവസ്വം ബോർഡ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അഡ്വക്കേറ്റ് കെ രാജു അവർകളെയും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് ദേവസ്വം ബോർഡ് സെക്രട്ടറി PN ഗണേശ്വരൻ പോറ്റി അവർകളെയും സ്വാഗതം ചെയ്തു. റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു കെ ജയകുമാർ. വിശദാംശങ്ങൾ. കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോൾ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ രാജു സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തത്സമയം 72 വയസ്സുള്ള കെ രാജു എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും. കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. പ്രശാന്തിന് സമയം നീട്ടിക്കൊടുക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഗുരുതരമായ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ ഭരണസമിതി എന്ന ആലോചനയിലേക്ക് പോയത്, പുതിയ പ്രസിഡന്റ് എന്ന ആലോചനയിലേക്ക് പോയത്. വിവാദങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശവും സർക്കാരിന്റെ തീരുമാനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ ജയകുമാർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. പുതിയ ഭരണസമിതിയിൽ ആരൊക്കെ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 3 അംഗ ഭരണസമിതിയാണ് ഉണ്ടാവുക. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 അംഗങ്ങൾ, അതായത് അഡ്വക്കേറ്റ് PS പ്രശാന്തും ഒപ്പം A അജികുമാറും, ഇവർ 2 പേരുമാണ് ഒഴിയുന്നത്. അവർക്കൊപ്പം PD സന്തോഷ് കുമാർ കൂടി ദേവസ്വം ബോർഡിന്റെ അംഗമാണ്. ഇപ്പോൾ അദ്ദേഹം ആശംസാ പ്രസംഗം നടത്തുന്ന ആളാണ് PD സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിന്റെ കാലാവധി മറ്റു 2 പേർക്കൊപ്പമല്ല കഴിയുക, കുറച്ച് മാസങ്ങൾ കൂടി കാലാവധി അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. അത് കഴിയുമ്പോഴായിരിക്കും ആ സ്ഥാനത്തേക്ക് പുതിയ ആളുകളെ എടുക്കുക. CPIM ആണ് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് LDF ഭരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIMന്റെ നോമിനിയാണ്. നിലവിൽ പലതരത്തിലുള്ള വിവാദത്തിൽ ദേവസ്വം ബോർഡ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നിയമനം നടത്തേണ്ടതില്ല എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയനായ ഒരു ബ്യൂറോക്രാറ്റായ കെ ജയകുമാറിനെ ശബരിമല ഉൾക്കൊള്ളുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. മുൻപും ആ തരത്തിൽ രാഷ്ട്രീയ നിയമനമല്ലാത്ത എൻ വാസുവിനെ പോലുള്ള ആളുകളെയും നിയമിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് CPIയുടെ അംഗം അഡ്വക്കേറ്റ് A അജികുമാർ, ആലപ്പുഴയിലുള്ള അജികുമാറായിരുന്നു ഇതുവരെ CPIയുടെ അംഗമായിരുന്നുള്ളത്. അജികുമാറിന് പകരം മുൻ വനം വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് കെ രാജുവിനെ ആണ് പാർട്ടി തീരുമാനിച്ചത്. ഇതനുസരിച്ച് നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായി. ഇനി മറ്റ് ചടങ്ങുകൾ, അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നത് പോലുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ശരി, ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. കെ ജയകുമാറാണ് ഇന്നു മുതൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്.